ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ ബാബുൽ മസാജിദാണ് വിശദീകരിക്കുന്നത്. അതിലേതാനും ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട വിധികളെ അറിയിക്കുന്ന ഏതാനും ഹദീസുകൾ. ഒന്നാമത്തേത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമിഅ റജുലൻ യൻഷുദു ളാല്ലതൻ ഫിൽ മസ്ജിദ് ഫൽയഖുൽ ലാ റദ്ദഹ അല്ലാഹു അലൈക ഫഇന്നൽ മസ്ജിദ ലം തുബ്ന ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദ റവാഹു മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്നാണ് ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅ റജുലൻ, വല്ലവരും ഒരു വ്യക്തിയെ കേട്ടു. മൻ വല്ലവരും, സമിഅ കേട്ടു, റജുലൻ മറ്റൊരു വ്യക്തിയെ, യൻഷുദു ളാല്ലതൻ തൻ്റെ നഷ്ടപ്പെട്ട മൃഗത്തെ അന്വേഷിക്കുന്നതായി. യൻഷുദു എന്ന് പറഞ്ഞാൽ യത്ലുബു, അന്വേഷിക്കുക, തിരയുക. ഫിൽ മസ്ജിദ്, എവിടെ? പള്ളിയിൽ തൻ്റെ ളാല്ലത്തിനെ, നഷ്ടപ്പെട്ട മൃഗത്തെ അന്വേഷിക്കുന്നതായി ഒരു വ്യക്തിയെ വല്ലവരും കേട്ടാൽ ഫല്യഖുൽ, ആ കേട്ട വ്യക്തി അവൻ പറയട്ടെ, ഫല്യഖുൽ അവൻ പറയട്ടെ, ലാ റദ്ദഹ അല്ലാഹു അലൈക, ലാ റദ്ദഹ അല്ലാഹു അലൈക, താങ്കൾക്ക് ആ നഷ്ടപ്പെട്ട മൃഗത്തെ അള്ളാഹു തിരിച്ചു നൽകാതിരിക്കട്ടെ. ലാ റദ്ദഹ അല്ലാഹു അലൈക, ആ മൃഗത്തെ താങ്കൾക്ക് അള്ളാഹു തിരിച്ച് നൽകാതിരിക്കട്ടെ. ഫൈനൽ മസ്ജിദ്, കാരണം മസ്ജിദ്, ഫൈനൽ മസാജിദ്, കാരണം പള്ളികൾ, ലം തുബ്ന ലിഹാദ, ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഫൈനൽ മസാജിദ്, കാരണം പള്ളികൾ, ലം തുബ്ന ലിഹാദ, ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഏതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടില്ല? ആ നഷ്ടപ്പെട്ടത് അന്വേഷിക്കാനും പരസ്യം ചെയ്യാനും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അവിടെ യൻഷുദു എന്ന ക്രിയ ഉണ്ടല്ലോ. യൻഷുദു എന്നാണ് ഇവിടെ അർത്ഥം. യത്ലുബു എന്നാണ്. യത്ലുബു. യുൻഷിദു എന്നാകുമ്പോൾ അങ്ങനെ ചില യുൻഷിദു എന്നാകുമ്പോൾ യുഅർരിഫു, യുഅർരിഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുക. യുൻഷിദു, യൻഷുദു നമ്മൾ യത്ലുബു, അതിനെ അന്വേഷിക്കുക. ളാല്ലത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് മൃഗമാണെങ്കിലാണ് ളാല്ലത്ത് എന്ന് പറയുക. ഹൈവാൻ മൃഗമാണ് എങ്കിൽ നഷ്ടപ്പെട്ടത് മൃഗമാകുമ്പോൾ ളാല്ലത്ത് എന്ന് പറയും. മൃഗമല്ലാത്ത മറ്റു വല്ല വസ്തുക്കളോ മറ്റു വല്ല വസ്തുക്കളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന് ളാഇഅ ലുഖ്ത എന്നാണ് പറയുക. ലുഖ്ത അല്ലെങ്കിൽ ളാഇഅ. ളാല്ലത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മൃഗം. ളാഇഅ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലുഖ്ത എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ട വസ്തുക്കൾ. വസ്തു. അപ്പോൾ ഇവിടെ എന്താ? മൻ സമിഅ റജുലൻ യൻഷുദു ളാല്ലതൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ നഷ്ടപ്പെട്ട മൃഗത്തെ അന്വേഷിക്കുന്ന, തിരയുന്ന, തേടുന്ന
മൃഗത്തെ കണ്ടോ കണ്ടോ എന്ന് തേടുന്ന വ്യക്തി വല്ലവരും കേൾക്കുകയാണ് എങ്കിൽ ഫല്യഖുൽ, ആ കേൾക്കുന്നവൻ പറയട്ടെ, ലാ റദ്ദഹ അല്ലാഹു അലൈക്ക്, നിങ്ങളുടെ മൃഗത്തെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാതിരിക്കട്ടെ, തിരിച്ചു നൽകാതിരിക്കട്ടെ. ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദ, കാരണം പള്ളികൾ ഇങ്ങനെ പരസ്യപ്പെടുത്താൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണത് എന്താ? പള്ളിയുടെ മഹത്വമാണ്. പള്ളിയിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, നഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുക, അല്ലെങ്കിൽ അത് പരസ്യം ചെയ്യുക എന്ന് പാടുള്ളതല്ല. അത് പള്ളിയുടെ പവിത്രതയ്ക്ക് നിരക്കാത്ത ഏർപ്പാടാണ്. വല്ലവരും അങ്ങനെ പരസ്യം ചെയ്യുന്നതോ അന്വേഷിച്ച് പറയുന്നതോ കേൾക്കുന്ന അവസരത്തിൽ ഉറക്കനെ ലാ റദ്ദഹ അല്ലാഹു അലൈക് ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദ എന്നെന്ത് ചെയ്യണം? അയാളോട് പ്രതികരിക്കണം, ഉറക്കനെ പ്രതികരിക്കണം. അത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പള്ളിൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത ഹദീസും അബൂ ഹുറൈറയിൽ നിന്നാണ്. عن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ് ഫഖൂലു ലഹു ലാ അർബഹ അല്ലാഹു തിജാറതക, ലാ അർബഹ അല്ലാഹു തിജാറതക. എന്താ ഹദീസിലുള്ളത്? ഇദാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ, മൻ യബീഉ വിൽക്കുന്നവനെ, മൻ യബീഉ വിൽക്കുന്നവൻ, മന്നാണ് യാതൊരുവൻ, യബീഉ അവന് വിൽക്കുന്നു, ഔ അല്ലെങ്കിൽ യബ്തഉ വാങ്ങുന്നു, യബീഉ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു, യബ്തഉ വാങ്ങുന്നു, ഫിൽ മസ്ജിദ് പള്ളിയിൽ വെച്ച് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവനെ നിങ്ങൾ കണ്ടാൽ, ഫഖൂലു ലഹു, നിങ്ങൾ അവനോട് പറയണം, ഫഖൂലു ലഹു, ആ മനുഷ്യനോട് നിങ്ങൾ പറയണം, ലാ അർബഹ അല്ലാഹു തിജാറതക, ലാ അർബഹ അല്ലാഹു തിജാറതക, നിങ്ങളുടെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം തരാതിരിക്കട്ടെ, ലാഭം നൽകാതിരിക്കട്ടെ, ലാഭം കനിയാതിരിക്കട്ടെ. റിബഹ പറഞ്ഞാൽ ഉപകാരം, ഫലം എന്നൊക്കെയാണല്ലോ. നിങ്ങളുടെ കച്ചവടത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ലാഭം നൽകാതിരിക്കട്ടെ, ഉപകാരം നൽകാതിരിക്കട്ടെ, ഫലം നൽകാതിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വിൽക്കുന്നവൻ വാങ്ങുന്നവൻ അവരെ നിങ്ങൾ കണ്ടാൽ, ഫഖൂലു ലഹു, അത്തരക്കാരോട് നിങ്ങൾ പറയണം, ലാ അർബഹ അല്ലാഹു തിജാറതക, നിങ്ങളുടെ തിജാറത്തിൽ അള്ളാഹു ലാഭം കനിയാതിരിക്കട്ടെ, ലാഭം നൽകാതിരിക്കട്ടെ. ഈ ഹദീസ് റവാഹു അത്തുർമുദി, റവാഹു നസായി വത്തുർമുദി വഹസ്സനഹു, അല്ലേ, വഹസ്സനഹു. ഈ ഹദീസിനെ റവാഹു നസായി, ഇമാം നസായി നിവേദനം ചെയ്തു, വത്തുർമുദി, ഇമാം തുർമുദിയും നിവേദനം ചെയ്തു, വഹസ്സനഹു, ഇമാം തുർമുദി ഈ ഹദീസ് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞാൽ തെളിവെടുക്കാവുന്ന ഹദീസാണ്. ഇമാം ഹാക്കിം, ദഹബി തുടങ്ങിയവർ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹലാസ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണത് എന്താ? പള്ളിയുടെ പവിത്രതയും പള്ളിയുടെ മഹത്വമാണ്. പള്ളിയിൽ മനുഷ്യന്മാർക്ക് പള്ളിക്ക് പുറത്ത് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇതുപോലെ പരസ്യം ചെയ്യൽ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിയൽ, ഇത് പാടുള്ളതല്ല. പറയുമ്പോൾ അത് പള്ളിക്ക് പുറത്ത് അനുവദനീയമാണ്, ഇത് പള്ളിയിൽ പാടുള്ളതല്ല. പള്ളിയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദ, ഇങ്ങനെ പരസ്യം ചെയ്യാനല്ല പള്ളി നിർമ്മിക്കപ്പെട്ടുള്ളത്. പിന്നെ എന്തിനാണ് പള്ളി നിർമ്മിക്കപ്പെട്ടത്? ലി ഇഖാമത്തി ദിക്രില്ലാഹ് വലി തിലാവത്തിൽ ഖുർആൻ വലി സലാഹ്, നമസ്കരിക്കാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ദിക്റെടുക്കാൻ. മനസ്സിലായില്ലേ? പള്ളിയിൽ മൂത്രമൊഴിച്ച ദുൽഖുവൈസിറ എന്ന അറാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
സുഹൃത്തെ, പള്ളി നിർമ്മിക്കപ്പെട്ടുള്ളത് ലിസ്വല വലിദിക്കിർ വലിഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, നമസ്കരിക്കാൻ, അതേപോലെ തന്നെ ദിക്ർ എടുക്കുവാൻ, അതിനാണ് പള്ളി നിർമ്മിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ഇടപാടുകൾ പാടുള്ളതല്ല, അതേപോലെ തന്നെ നഷ്ടപ്പെട്ടതിനെ അനൗൺസ് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ പള്ളീൻ്റെ പുറത്ത് പാടില്ലാത്ത കലാപവും കലഹവും പള്ളിയിൽ നടത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഇന്ന് പള്ളിയാണ് ഗ്രൂപ്പ് വഴക്കുകളുടെയും അതേപോലെ തന്നെ ആളുകളുടെ കക്ഷിത്വത്തിൻ്റെയും തല്ലിൻ്റെയൊക്കെ വേദിയായിട്ട് മാറിയിട്ടുള്ളത്. അല്ലാഹുൽ മുസ്തആൻ. പഠിച്ചവൻ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ എത്ര അപകടം എത്ര ഗൗരവതരാണ്. പള്ളിൻ്റെ പുറത്ത് അനുവദനീയമായ സംഗതി, ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ പള്ളിൻ്റെ അകത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ, പള്ളിൻ്റെ പുറത്ത് പാടില്ലാത്ത സംഗതികളെ പള്ളിൻ്റെ അകത്ത് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ, അതേപോലെ തന്നെ ഇന്ന് ആളുകൾ കാണാം ഈ പത്രമാസികകൾ ഉണ്ടല്ലോ, അത് പള്ളീൻ്റെ അകത്ത് വിൽക്കുന്നത് കാണാം. ശരിക്കും അത് പാടുള്ളതല്ല. അത്തരം കാര്യങ്ങളൊക്കെ പള്ളിക്ക് പുറത്താണ്. ഇനി ദഅവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അത്തരം ഇടപാടുകൾ അത് പള്ളീൻ്റെ അകത്ത് വെച്ചിട്ട് പാടുള്ളതല്ല. ചിലർ ദഅവത്തും അതേപോലെ തന്നെ ദീനീ കാര്യങ്ങളും അടങ്ങിയ പത്രമാസികകൾ വിൽക്കുന്നതല്ല, ഈ വൃത്തികേടുള്ള പത്രങ്ങൾ വരെ പള്ളിക്കുള്ളിൽ വെച്ച് വിതരണം വിൽക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയായിരിക്കും? അല്ലാഹുൽ മുസ്തആൻ. അത് പാടുള്ളതല്ല. പള്ളിയിൽ വെച്ച് നഷ്ടപ്പെട്ടതാണെങ്കിലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ചോദിക്കാൻ അവിടെ വെച്ചിട്ട് ഇതാക്കാൻ പാടുള്ളതല്ല. കാരണം ഇവിടെ എന്താണ്, ഹദീസിൽ മൊത്തത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൻ സമിയ റജുലൻ യൻഷുദു ദാല്ലത്തൻ എന്നാണ്. മനസ്സിലല്ലേ? അവിടെ പള്ളിക്കകത്ത് വെച്ചെന്നോ പള്ളിക്ക് പുറത്ത് വെച്ചോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിക്കകത്ത് അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല, പരസ്യം ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ഹദീസ്, മൂന്നാമത്തെ ഹദീസ്. അൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم لا تقام الحدود في المساجد ولا يستقاد فيها رواه أحمد وأبو داود بسند ضعيف. أنا لا طيب. عن حكيم ابن حزام عن حكيم ابن حزام رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لا تقام الحدود في المساجد ولا يستقاد فيها. ഹക്കീം ഇബ്നു ഹിസാം നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയ. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്തോടെ സംസാരിച്ച പോലെ തോന്നണം. ഹക്കീം ഇബ്നു ഹിസാമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ് ഇപ്പോൾ അടുത്തോടെ സംസാരിച്ച പോലെ. കാബത്തിനകത്ത് വെച്ചാണ് പ്രസവിച്ചത് ഇദ്ദേഹത്തെ ഇവിടെ സംസാരിച്ചില്ലേ? ക്ലാസ് സംസാരിച്ചില്ല? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി പുത്രനാണ് തന്നെ. ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര് ഉമ്മു ഹക്കീം എന്നാണ്. ഹക്കീം ഇബ്നു ഹിസാമിൻ്റെ മകൻ ഹക്കീമാണ്. ഈ ഹക്കീമിൻ്റെ ഉമ്മാൻ്റെ പേര് ഉമ്മു ഹക്കീമാണ്. ഈ ഉമ്മു ഹക്കീം പൂർണ്ണ ഗർഭിണിയായിരിക്കെ കാബത്തിനകത്ത് കയറി. പെട്ടെന്ന് അവർക്ക് നൊമ്പരം വന്ന് പള്ളിയിൽ നിന്ന് കാബത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് പ്രസവിച്ച്. കാബത്തിനകത്ത് വെച്ചാണ് ഈ ഹക്കീമിനെ പ്രസവിച്ചത്. 120 വയസ്സ് വരെ ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 60 വയസ്സ് ജാഹിലിയത്തിലും 60 വയസ്സ് ഇസ്ലാമിലും. ഹക്കീം ഇബ്നു ഹിസാം. ആ പ്രത്യേകതയുള്ള കുറേ സഹാബികളുണ്ട്. ഹക്കീം ഇബ്നു 120 വയസ്സ് വരെ ജീവിച്ചു. 60 വർഷം ജാഹിലിയത്തിലും 60 വർഷം ഇസ്ലാമിലും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ച്. അതേപോലെ ഈ ഹക്കീം ഇബ്നു ഹിസാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്ത സംഭവം പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. 60 വയസ്സ് വരെ മക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മക്കത്ത് 13 വർഷം ഉണ്ടായപ്പോൾ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹം മക്കം ഫതഹിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖുറൈശികളിലെ ഒരു പ്രമാണിയായിരുന്നു അദ്ദേഹം, പ്രമാണിയായിരുന്നു. അങ്ങനെ ഇയാൾ മക്കം ഫതഹിന് ഇസ്ലാം സ്വീകരിക്കണം. അതിന് മുമ്പ് ഒരു സംഭവം നടന്ന്, വെച്ചാൽ ഈ ഹക്കീം ബിൻ ഹിസാം യമനിനെ ഭരിച്ചിരുന്ന ഒരു തുബ്ബ രാജാവായ ദി യസീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേലാപ്പ്, ഒരു വസ്ത്രം, അത് പിന്നെ മക്കത്ത് ചന്തയിൽ കൊണ്ടുവന്നിട്ട് യമനുകാർ വിറ്റ്. അപ്പോൾ ഈ ഹക്കീം ബിൻ ഹിസാം എന്ത് ചെയ്തു, ആ ദി യസീൻ്റെ ആ വസ്ത്രം ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വസ്ത്രമാണ്, അത് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ കൊണ്ടുവന്നിട്ട് സമ്മാനിച്ചു. മക്കത്തുനിന്ന് മദീനത്ത് പോയിട്ട് അവിടെ സമ്മാനിച്ചു. അയാൾ കാഫിറാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിനെ ഭയങ്കര മതിപ്പായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് സമ്മാനം കൊടുത്തു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാനത് സ്വീകരിക്കൂല, പിന്നെ എനിക്ക് പിന്നെ മുശ്രിക്കായ നിൻ്റെ സമ്മാനം വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നീ ഏതായാലും ഇത് മക്കത്ത് നിന്ന് മദീന വരെ കൊണ്ടുവന്ന് ഞാൻ നിനക്ക് വില തരാം, നിൻ്റെ അടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആലോചിച്ച്, ഏതായാലും ഞാനിത് മുഹമ്മദിനെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നാണ്. അങ്ങനെ മുഹമ്മദ് ഇതൊന്ന് അണിയുന്നത് കാണണം എന്ന് പറഞ്ഞത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിലക്ക് കൊടുത്ത് ആ വസ്ത്രം. അങ്ങനെ അത് അണിഞ്ഞ് ഹക്കീം ബിൻ ഹിസാം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ധരിച്ചിട്ട് മിമ്പറിൽ കയറി നിന്നപ്പോൾ നല്ല ചന്തായിരുന്നു കാണാൻ. പക്ഷേ റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത്, അത് ഊരിയിട്ട് ഉസാമ ഇബ്നു സെയ്ദിന് കൊടുത്ത്. ഉസാമ റസൂലുള്ളാഹിൻ്റെ മൗലയാണ്, മനസ്സിലല്ലേ? ഉസാമ റളിയല്ലാഹു തആല കറുത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ റസൂലുള്ളാഹി ഉസാമക്ക് അത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഉസാമ അത് ധരിച്ച്, മനസ്സിലല്ലേ? അപ്പോൾ ഒരു അടിമയാണ് ധരിക്കുന്നത് ഏത്, ഈ വസ്ത്രം, അതും ദി യസീൻ എന്ന് പറയുന്ന യമൻ്റെ ഭരണാധികാരിൻ്റെ വസ്ത്രമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഹക്കീം ബിൻ ഹിസാം ചോദിക്കുകയാണ്, ഉസാമ നീയൊക്കെ ഇത് ധരിക്കേ എന്ന് ചോദിച്ച്. അപ്പോൾ ഹക്കീം ബിൻ ഹിസാമിനോട് പിന്നെ ഉസാമ പറഞ്ഞ്, ഞാൻ പിന്നെ ഇത് ധരിക്കും, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഊറ്റം പറഞ്ഞു. അങ്ങനെ ഹക്കീം ബിൻ ഹിസാം പിന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി. പിന്നീട് അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായി. മക്കം ഫതയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഈ ഹക്കീം ഇബ്നു ഹിസാം അതാണ് നമ്മുടെ റാവി. അദ്ദേഹത്തിൽ നിന്നാണ് നിവേദനം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അദ്ദേഹം പറയാണ്, ലാ തുഖാമുൽ ഹുദൂദ് ഫിൽ മസാജിദ്, പള്ളികളിൽ ഹദ്ദുകൾ നടപ്പാക്കപ്പെടുകയില്ല. ലാ തുഖാമു, നടപ്പാക്കപ്പെടുകയില്ല, അൽ ഹുദൂദ്, ഹദ്ദുകൾ, ഫിൽ മസാജിദി, പള്ളികളിൽ. എന്താ ഹദ്ദ്? എന്താ? ശിക്ഷാവിധികളാണ്. ശിക്ഷാവിധികളാണ്, മനസ്സിലായില്ലേ? അതിൻ്റെ ബഹുവചനാണ് ഹുദൂദ്. വലാ യുസ്തഖാദു ഫീഹ, പള്ളികളിൽ ഖവദ് നടപ്പാക്കില്ല, ഖിസാസ് നടപ്പാക്കുകയില്ല. വലാ യുസ്തഖാദു, ഖിസാസ് നടപ്പാക്കുകയില്ല, ഫിഹ, പള്ളികളിൽ. ഹദ്ദും ഉണ്ട്, ഖിസാസും ഉണ്ട്. എന്താ ഹദ്ദും ഖിസാസും തമ്മിൽ വ്യത്യാസം? പണ്ട് നമ്മൾ എടുത്ത ഒരു വിഷയമാണത്, ഹദ്ദും ഖിസാസും. ഹദ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിർണിതമായ ശിക്ഷാവിധികളാണ് ഹദ്ദ്, മനസ്സിലായില്ലേ? പിന്നെ ഖദ്ഫിന് ഹദ്ദുണ്ട്, ഖദ്ഫ്. അതേപോലെ തന്നെ ഷുർബുൽ ഖംർ, എന്താ ഷുർബുൽ ഖംർ? മദ്യപാനം, അല്ലേ? അതിന് ഹദ്ദുണ്ട്. അതേപോലെ തന്നെ സരിഖത്ത്, മോഷണം, അതിന് ഹദ്ദുണ്ട്. അതേപോലെ സിന, എന്താ? വ്യഭിചാരം, അല്ലേ? ഇതിനൊക്കെ ഹദ്ദുണ്ട്. അതേപോലെ റിദ്ദത്ത്, മതപരിത്യാഗം, ഇതിനൊക്കെ ഹദ്ദുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിർണിത ശിക്ഷാവിധികളാണ് ഹദ്ദ്. മതപരിത്യാഗി വധിക്കപ്പെടും. ഖദ്ഫ് പറഞ്ഞവന് 80 അടിയാണ്. മദ്യപിച്ചവന് 40 അടിയാണ്. മോഷണം നടത്തിയവൻ്റെ കൈവെട്ടും, അല്ലേ? വ്യഭിചരിച്ചവൻ അവൻ വിവാഹിതനാണ് എങ്കിൽ അവനെ എറിഞ്ഞുവല്ലോ. അവിവാഹിതനാണ് എങ്കിൽ 100 അടിയും നാടുകടത്തലാണ് അവനുള്ള ശിക്ഷാവിധി, മനസ്സിലല്ലേ? അപ്പോൾ ഈ
ശിക്ഷകൾ, ഇത് നിർണിത ശിക്ഷകളാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അതിനാണ് ഹദ്ദ് എന്ന് പറയുക. ഈ ഹദ്ദുകൾ എവിടെ നടപ്പാക്കാൻ പാടുള്ളതല്ല? പള്ളികളിൽ നടപ്പാക്കാൻ പാടുള്ളതല്ല. ലാ തുഖാമുൽ ഹുദൂദു ഫിൽ മസാജിദ്, പള്ളികളിൽ ഹദ്ദുകൾ നടപ്പാക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് പള്ളികളിൽ നടപ്പാക്കാൻ പാടില്ല? കണ്ട, പള്ളികളിൽ നടപ്പിലാക്കുമ്പോൾ ബഹളം ഉണ്ടാവും, ആർത്തുവിളി ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ രക്തം ചിന്തലുണ്ടാവും, മനസ്സിലല്ലേ? അപ്പം അതൊന്നും പള്ളിയിൽ പാടുള്ളതല്ല. പള്ളിയുടെ പവിത്രത മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഖലാസ്. അതേപോലെ തന്നെ ഖിസാസ്, വലാ യുസ്തഖാദു, ഖവദ് നടത്താൻ പാടില്ല. ഖവദ് എന്ന് പറഞ്ഞാൽ ഖിസാസ്, അത് നടപ്പാക്കാൻ പാടുള്ളതല്ല ഫിഹ, പള്ളികളിൽ. ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ. എന്താ പ്രതിക്രിയ? കൊന്നതിന് കൊല. ഒരാളെ കൊന്നാൽ പ്രതിക്രിയ എന്താണ്? അയാളെ കൊല്ലുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ അവയവങ്ങളിൽ പ്രതിക്രിയ ഉണ്ട്. അന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദുന ബിൽ ഉദുനി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കാത്, മനസ്സിലല്ലേ? ഇങ്ങനെ മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം മുറിവ്, ഇങ്ങനെ അതിനാണ് ഖിസാസ് എന്ന് പറയാം. ഖിസാസ്. ഈ ഖിസാസ് അത് ഒരാളെ അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതിക്രമിച്ചത് അതിനനുസരിച്ചാണ് ഖിസാസ്. ആരാ ഖിസാസിന് അർഹൻ? ആരെയാണ് അതിക്രമിച്ചത് അയാളാണ്. ഇപ്പോൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഫഖദ് ജഅൽനാ ലി വലിഹി സുൽത്താന, ഈ കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധു അവനാണ് ഘാതകനെ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ അവകാശമുള്ളത്. ഘാതകനെ വേണമെങ്കിൽ അയാൾക്ക് പകരം കൊല്ലാം, അല്ലെങ്കിൽ ദായധനം വാങ്ങിയിട്ട് വെറുതെ വിടാം, അല്ലെങ്കിൽ വെറുതെ വിടാം, ദായധനം വാങ്ങാതെ വെറുതെ വിടാം. അത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരാൾക്ക് മുറിവുണ്ടാക്കി, അല്ലെങ്കിൽ ഒരാളുടെ അവയവം നഷ്ടപ്പെടുത്തി, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ആരുടെ അവയവമാണ് നഷ്ടപ്പെട്ടത് അയാളാണ് തീരുമാനിക്കേണ്ടത് മറ്റവൻ്റെ വിഷയത്തിൽ. പക്ഷേ ഫലാ യുസ്രിഫിൽ ഖത്ൽ, അതിക്രമിക്കാൻ പാടുള്ളതല്ല. കൃത്യത്തിന് കൃത്യമായിരിക്കണം. മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടായിരിക്കണം മുറിവുണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിക്രമത്തിന് ഇരയായവൻ പ്രതിക്രിയ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൃത്യത്തിന് കൃത്യമായിക്കൊള്ളുന്നില്ല മറ്റവനെ കാണുമ്പോൾ, മനസ്സിലല്ലേ? ഓൻ കുത്തിയ മാതിരി ആയിക്കൊള്ളണം ഇപ്പം കുത്തൽ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇത് നടപ്പിലാക്കാൻ ഓനക്ക് പറയാം, ഓൻ എനിക്ക് പ്രതിക്രിയ ചെയ്യണം ആക്രമിക്കപ്പെട്ടവന്. പക്ഷേ അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? അവനല്ല. പിന്നെയോ അത് കോടതിയാണ് നടപ്പിലാക്കേണ്ടത്. ഓനക്ക് പറയാൻ വെറുതെ വിടാം, ഓനക്ക് പറയാനില്ല എനിക്ക് ദായധനം മതി, അല്ലെങ്കിൽ അവനക്ക് പറയാം എനിക്ക് പ്രതിക്രിയയായിട്ട് അവനെ ചെയ്യണം. പക്ഷെ അവനെ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല, അത് നടപ്പിലാക്കേണ്ടത് കോടതിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ചെയ്തതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. ഏതായാലും അതാണ് ഖിസാസ്, പ്രതിക്രിയ. ഹദ്ദും ഖിസാസും, ഇതിൽ ഹദ്ദിലുണ്ടല്ലോ, ഈ ഹദ്ദ് അള്ളാഹുവിനുള്ള അവകാശമാണ്, ഇത് പടപ്പുകൾക്കുള്ള അവകാശമാണ്. ഖിസാസ് പടപ്പുകളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് അവരുടെ ആക്രമിക്കപ്പെട്ടവൻ്റെ തീരുമാനം അവിടെ വരുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ അവകാശമാണ് ഹദ്ദ്. അതുകൊണ്ട് തന്നെ അൽ ഹുദൂദ് തുദ്റ ബിശുബ്ഹാത്ത് എന്നാണ്. സന്ദേഹങ്ങളുണ്ടായാൽ, സംശയങ്ങളുണ്ടായാൽ ഹദ്ദ് തടയപ്പെടും. ഹദ്ദ് നടപ്പിലാക്കാൻ പാടുള്ളതല്ലെന്നാണ്. നേരിയ സംശയം ഉണ്ടായാൽ ഹദ്ദ് നടപ്പിലാക്കാൻ പാടുള്ളതല്ല. അത് വെട്ടുകേസായാലും വേണ്ടില്ല, അത് മുറിക്കലായാലും വേണ്ടില്ല, അടിയായാലും വേണ്ടില്ല, ഒന്നായാലും നേരിയ ഒരു സന്ദേഹം കേസിലുണ്ട് എങ്കിൽ നടപ്പിലാക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് മായിസ് വ്യഭിചരിച്ച് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്ന്. അപ്പോൾ റസൂലുള്ള പറയാണ്, മായിസ് മദ്യപിച്ചിട്ട് പറയാണ്. അതേപോലെ തന്നെ പിന്നെയും വന്ന് പറയാണ്, മായിസിൻ്റെ ബുദ്ധിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ റസൂലുള്ള എന്ത് ചെയ്യണം? ഒഴിവാക്കി വിടുക ചെയ്യുന്നത്. കാരണം എന്താ? ഹദ്ദുകളുണ്ടല്ലോ, ഇത് കഴിവതും എന്ത് ചെയ്യും? ഒഴിവാക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മായിസിന് അവസാനം എന്ത് ചെയ്തു? മായിസ് 3 പ്രാവശ്യം ഇത് കുറ്റം സമ്മതിച്ചപ്പോൾ റസൂലുള്ള കല്ലെറിയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി. പക്ഷേ സഹാബികൾ പിന്നാലെ കൂടി എറിഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പിന്നെ അവർ പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ എറിഞ്ഞപ്പോൾ അദ്ദേഹം കല്ല് മേത്തുകൊണ്ടപ്പോൾ എൻ്റെ അദ്ദേഹം ഓടാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടായിരുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ ഹദ്ദുകൾ അത്
നേരിയ സന്ദേഹങ്ങൾ സംശയങ്ങൾ ഉണ്ടായാൽ അത് എന്ത് ചെയ്യും, അത് തടയപ്പെടും, അത് നടപ്പിലാക്കപ്പെടും. കാരണം ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ ഇതിൽ അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ആമുൽ മജാ പട്ടിണിയുടെ ആ വർഷം വന്നല്ലോ, പട്ടിണിൻ്റെ ആ നാൾ വന്നപ്പോൾ ഉമർ മോഷണം ആളുകളിലുണ്ടായി. പക്ഷേ ഉമർ കൈവെട്ട് ശിക്ഷ നടപ്പിലാക്കിയില്ല. കാരണം മോഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? തട്ടിപ്പറിയുടെ വകുപ്പിലെല്ലാം മോഷണം നടക്കുന്നത് ആളുകൾക്ക് പട്ടിണി കാരണത്താൽ തിന്നാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ മോഷണത്തിന് ഉമർ കൈവെട്ടിയില്ല, കൈവെട്ട് ശിക്ഷ ഒഴിവാക്കി. കാരണം ആളുകൾ പലരും മോഷണം നടത്തിയത് അവരുടെ പട്ടിണി അത് മൂത്തത് കാരണത്താലാണ്. ഏതായാലും ഹദ്ദുകളും ഖിസാസും തമ്മിൽ എന്തുണ്ട്, ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് കർമ്മശാസ്ത്രത്തിൽ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു വിഷയമാണ്. നമ്മളതിന് മുമ്പൊരു ക്ലാസ് നമ്മളതിൽ ചില ഭാഗങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇവിടെ പള്ളിയുടെ പവിത്രതയാണ്. ലാ തുഖാമുൽ ഹുദൂദ് ഫിൽ മസാജിദ്, പള്ളികളിൽ ഹുദൂദ് നടപ്പിലാക്കപ്പെടുകയില്ല, നടപ്പിലാക്കപ്പെടരുത്. വലാ യുസ്തഖാദു ഫിഹ, പള്ളികളിൽ ഖിസാസും നടപ്പിലാക്കാൻ പാടുള്ളതല്ല. ഈ ഹദീസ് റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. വ അബൂ ദാവൂദ് ബിസനദിൻ ദഈഫ്, ദഈഫായ സനദോടുകൂടി അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അതാണ് ആര് പറഞ്ഞത്? ഇബ്നു ഹജർ പറഞ്ഞത്. ഇബ്നു ഹജർ പറയാണ് ഇമാം അഹ്മദ് ഇത് റിപ്പോർട്ട് ചെയ്തു മുസ്നദിൽ. അബൂ ദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ്? ബിസനദിൻ ദഈഫ്, ദഈഫായ സനദോട് കൂടി എന്നാണ്. പക്ഷേ അത് അബൂ ദാവൂദിൻ്റെ സനദിനെക്കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞതാണ്. ഇബ്നു ഹജർ തന്നെ തൽഖീസുൽ ഹബീർ, തൽഖീസുൽ ഹബീർ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജറിന് മറ്റൊരു ഗ്രന്ഥമുണ്ട് ഇബ്നു ഹജറിന്. ആ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ സനദിനെക്കുറിച്ച് ലാ ബഅസ ബിഹ്, ആ സനദിൽ കുഴപ്പമില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ ഈ സനദിനെ ഹസൻ, കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ്. ഖലാസ്, മനസ്സിലായോ? ഇനി അടുത്ത ഹദീസ്. ഉസീബ അസ്തഗ്ഫിറുല്ലാഹ് عن عائشة رضي الله تعالى عنها قالت, أم المؤمنين عائشة നിന്നാണ് ഈ ഹദീസിൻ്റെ അടുത്ത ഹദീസ്. عن عائشة رضي الله تعالى عنها قالت أصيب سعد يوم الخندق عليه رسول الله صلى الله عليه وسلم خيمة في المسجد ليعوده من قريب متفق عليه. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഉസീബ സഅദു യൗമൽ ഖന്ദഖ്, ഖന്ദഖ് ദിനം, ഖന്ദഖ് യുദ്ധ ദിനം സഅദിന് പരിക്കേറ്റു. ഉസീബ എന്ന് പറഞ്ഞാൽ പരിക്കേറ്റു. ഉസീബ സഅദുൻ, സഅദിന് ഒരു മുസീബത്തേറ്റു, പരിക്കേറ്റു. യൗമൽ ഖന്ദഖ്, ഖന്ദഖ് ദിനം. എന്താ ഖന്ദഖ് ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖന്ദഖ് യുദ്ധനാളിൽ ഹിജ്റയുടെ 5-ാമത്തെ വർഷം ഷവ്വാൽ മാസത്തിലാണ് ഖന്ദഖ് യുദ്ധം. ഹിജ്റയുടെ 5-ാമത്തെ വർഷം ഷവ്വാലിൽ. ഖന്ദഖ് യുദ്ധത്തിൽ എവിടെ ഖന്ദഖ് യുദ്ധം എവിടെ നടന്നത്? മദീനയിൽ. എങ്ങനെ നടന്നത്? മദീനയിൽ വിശാലമായ നീളം കൂടിയ കിടങ്ങ് തീർത്തിട്ടായിരുന്നു ഖന്ദഖ് യുദ്ധം. അതുകൊണ്ട് തന്നെ രക്തസിക്തമായ വലിയൊരു പോരാട്ടം ഇരു സൈന്യങ്ങളും തമ്മിലുണ്ടായിട്ടില്ല. പിന്നെയോ അമ്പെയ്ത്തും മറ്റുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അമ്പ് ശത്രുപക്ഷത്തു നിന്ന് വന്നു. അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ തറച്ചു. മനസ്സിലല്ലേ? അങ്ങനെ അദ്ദേഹത്തിൽ വലിയ മുറിവുണ്ടായി. സഅദ് റളിയല്ലാഹു തആല അൻഹു ആ മുറിവേറ്റ് വളരെ പ്രയാസപ്പെട്ടു. പക്ഷെ അദ്ദേഹം ആ ഖന്ദഖിൽ പരിക്കേറ്റപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഖന്ദഖ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിച്ച് അപായപ്പെടുത്തിയൊരു കൗമായിരുന്നു ബനു ഖുറൈദ, ജൂതഗോത്രം. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ ഈ അഹ്സാബ് അല്ലെങ്കിൽ ഖന്ദഖ് യുദ്ധത്തിന് ശേഷം, ഖന്ദഖ് യുദ്ധത്തിന് മറ്റൊരു പേരാണെന്ത്? അഹ്സാബ്. ഈ യുദ്ധത്തിന് ശേഷം ബനു ഖുറൈദ എന്ന് പറയുന്ന ജൂതന്മാർ, അവർ ചതിച്ചവരാണ്, കാലുവാരി അസന്നിഗ്ധ ഘട്ടത്തിൽ. അവരോടൊരു യുദ്ധം ശേഷിക്കുന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ എൻ്റെ കൺകുളിർക്കുന്നത് വരെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണം എന്ന് അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അതില്ല എങ്കിൽ
അദ്ദേഹത്തിന് രക്തസാക്ഷിയാണതിന് വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആ കേട്ട് അദ്ദേഹം ഒരു മാസം പിന്നെ ഈ മുറിവേറ്റ് പിന്നെ ഒരു മാസം വരെ ജീവിച്ചിട്ടുണ്ട്. ബനൂ ഖുറൈളക്കാരോടുള്ള ആ ഉപരോധം, അവരോടുള്ള യുദ്ധം അത് തീരുന്നത് വരെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. ഉസീബ സഅദ് യൗമൽ ഖന്ദഖ്, ഖന്ദഖ് യുദ്ധ ദിവസം, അഹ്സാബ് യുദ്ധ ദിവസം സഅദിന് പരിക്കേറ്റു. ഫദറബ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈമതൻ ഫിൽ മസ്ജിദ്. ഫദറബ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനായി സ്ഥാപിച്ചു ഖൈമതൻ ഫിൽ മസ്ജിദ്, പള്ളിയിലൊരു ഖൈമ. ഖൈമ പറഞ്ഞാൽ എന്താ? ടെൻറ്റ്. റസൂലുള്ള പള്ളിയിലൊരു ടെൻറ്റ് അദ്ദേഹത്തിനായിട്ട് സ്ഥാപിച്ചു. എന്തിന്? ലിയഊദഹു മിൻ ഖരീബിൻ, ലിയഊദഹു അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി. ലിയഊദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ എന്നാണ് സഅദ് ബിൻ മുആദിന്. മിൻ ഖരീബ്, എന്താ ഖരീബ് എന്നാണ്? അടുത്തുനിന്ന് തന്നെ. അതായത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ വീട് അവാലിയിലായിരുന്നു. അവാലി ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാം. അപ്പോൾ അവാലി മദീനയുടെ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവാലി. ഏതായാലും അവാലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയിട്ട് രോഗം കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ദൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെപ്പോഴും തരം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്ത് നിന്ന് തന്നെ രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി പള്ളിയിൽ ഒരു ഖൈമ അദ്ദേഹത്തിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചു. ഇതാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അതിൽ ആദ്യം ആരാണ് ഈ സഅദ്? സഅദ് ബിൻ മുആദാണ്. സഅദ് ബിൻ മുആദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രമാണ്. അതിൽ ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ്. അപ്പോൾ സഅദ് ബിൻ മുആദ് അൽ ഔസി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഔസ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരു ഖുതുബയിൽ പഠിത്ത് കേട്ടില്ലേ, കുറച്ച് ചില വിവരങ്ങൾ. വളരെ പ്രമുഖനായ സഹാബിയാണ് സഅദ് ബിൻ മുആദ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവും അസ്അദ് ബിൻ സുറാറയും കൂടി മദീനയിൽ ദഅവത്ത് തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് ആരെ പറഞ്ഞയച്ചിട്ടുണ്ട്? മിസ്അബിനെ പറഞ്ഞയച്ചിട്ടുണ്ട് മദീനയിൽ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? അസ്അദ് ബിൻ സുറാറയോടൊപ്പം ദഅവത്ത് നടത്തുകയാണ് മദീനയിൽ. ഈ സഅദ് റളിയല്ലാഹു തആലാൻ്റെ ഗോത്രം ബനു അബ്ദുൽ അഷ്ഹലാണ്. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രമാണ്. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം. ഇതാണ് ഈ ഔസ് ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ് ആര്? ബനു അബ്ദുൽ അഷ്ഹൽ. ആ ഗോത്രത്തിലെ ആളാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹും അസ്അദ് ബിൻ സുറാറയും ഈ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലേക്ക് ദഅവത്ത് നടത്താൻ പോയി. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവരുടെ നേതാവാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. വളരെ ശക്തനാണ് സഅദ് എന്താ പറഞ്ഞ്? സഅദ് തൻ്റെ മരുമകൻ, സഹോദരിയുടെ പുത്രൻ, തൻ്റെ മരുമകനെ എന്ത് ചെയ്ത് മിസ്അബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞ്, ഞങ്ങളെ ഗോത്രത്തിൽ ദഅവത്ത് നടത്തണ്ട, ഇവിടെയുള്ള ഞങ്ങളുടെ ആളുകളെ കുഴപ്പത്തിലാക്കാൻ നിൽക്കണ്ട, മിസ്അബിനോട് ഈ ഗോത്രത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സഅദ് ബിൻ മുആദ് തൻ്റെ മരുമകൻ, സഹോദരിയുടെ പുത്രനെ പറഞ്ഞയച്ചു. അങ്ങനെ സഅദ് റളിയല്ലാഹു തആലാൻ്റെ മരുമകൻ മിസ്അബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സഅദിനെ പറഞ്ഞയച്ചാണ് നിങ്ങളോട് വരുന്ന് പോകാൻ പറഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്അബ് പറഞ്ഞ്, ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ കേൾക്കി, പറ്റുകയാണെങ്കിൽ ആകാം, അതില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് അയാൾ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഹർബുണ്ട്, ഒരു കുന്തം, അതിങ്ങനെ നിലത്ത് കുത്തിയിട്ട് എന്ത് ചെയ്ത് അയിമ തൂങ്ങി നിന്ന് മിസ്അബ് റളിയല്ലാഹു തആല വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഓതി അദ്ദേഹത്തെ ദഅവത്ത് നടത്തി. അപ്പം ഈ സഅദ് ബിൻ മുആദിൻ്റെ സഹോദരി പുത്രൻ പറഞ്ഞ്, നിങ്ങളുടെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് ചേരാൻ എന്താ വേണ്ടത്? അപ്പം പറഞ്ഞ്, കുളിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സാക്ഷ്യവചനം ചൊല്ലുക. അയാൾ അവിടെ വെച്ചിട്ട് അത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച്. മനസ്സിലായില്ലേ? എന്നിട്ട് തിരിച്ച് സഅദ് ബിൻ മുആദിൻ്റെ അടുക്കലേക്ക് ചെന്ന്, അങ്ങനെ സഅദ് ബിൻ മുആദിൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, ഞാൻ നിങ്ങൾ പറഞ്ഞ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയും പറഞ്ഞ്. അപ്പോൾ പിന്നെ സഅദ് നേരിട്ട് ചെന്ന് മിസ്അബിനോട് സംസാരിച്ച്. ആ മിസ്അബ് പറഞ്ഞ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കി, എന്നിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ അതെ, ഇല്ലെങ്കിൽ നമ്മൾ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ സഅദ് ബിൻ മുആദിനോടും അദ്ദേഹം
ദഅവത്ത് നടത്തി വിശുദ്ധ ഖുർആൻ ഓതി സഅദ് ബിൻ മുആദും പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാൻ എന്താ വേണ്ടത് പറഞ്ഞ് കുളിക്കും, 2 റക്അത്ത് നിസ്കരിക്കും, സാക്ഷ്യവചനം ചൊല്ലും എന്ന് പറഞ്ഞ് അങ്ങനെ സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലേക്ക് ചെന്നിട്ട് ആ ഗോത്രക്കാരോട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ നേതാവാണ്, നിങ്ങളിൽ ആണായാലും പെണ്ണായാലും അവരോടുള്ള സംസാരം ഞാൻ ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണത് വരെ. ഞാൻ ഒരാളോട് ഇനി മിണ്ടൂല, നിങ്ങളെല്ലാവരും ഇസ്ലാം സ്വീകരിക്കണത് വരെ എന്ന് പറഞ്ഞു. ആ വർത്താനം കാരണം സഅദ് ബിൻ മുആദിന് അത്ര സ്വാധീനമാണ്. അത് കാരണത്താൽ ഈ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ ആളുകളെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അദ്ദേഹം കാരണത്താൽ, ഈ സഅദ് റളിയല്ലാഹു അൻഹു കാരണത്താൽ അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തൻ്റെ ഇളം പ്രായത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാമിൽ അദ്ദേഹം 6 വർഷമാണ് ജീവിച്ചത്. അദ്ദേഹത്തിന് 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പരിക്കേറ്റത്. അങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ അമ്പേറ്റ് അദ്ദേഹം മുറിവ് വളരെ അധികം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സേവനങ്ങളുണ്ട്. അദ്ദേഹം പിന്നെ ജീവിച്ച നാളിൽ പിന്നെ ബദർ യുദ്ധത്തിൽ അതേപോലെ തന്നെ ഉഹദ് യുദ്ധത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ, ഇസ്ലാമിന് നേരെ. ഏതായാലും ഖന്തക്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ അമ്പേറ്റ് അത് വലിയൊരു മുറിയായി, മനസ്സിലായി. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഖന്തക്കിൽ അഹ്സാബിൽ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ വഞ്ചിച്ച വളരെ അസന്നിഗ്ധമായൊരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് പാര വെച്ചൊരു വിഭാഗമാണ് ബനു ഖുറൈള ജൂതഗോത്രം. ആ ജൂതഗോത്രത്തോടുള്ള ഒരു യുദ്ധം ശേഷിക്കുന്നുവെങ്കിൽ എൻ്റെ ആയുസ് നീട്ടിയിടണം എന്ന് സഅദ് ബിൻ മുആദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. അങ്ങനെ ഖന്തഖ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിലേക്ക് മടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞ് മലക്കുകൾ ആയുധം വെച്ചിട്ടില്ല, ബനു ഖുറൈദയിലേക്ക് പോകണം. അങ്ങനെയാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്, മുസ്ലിം സൈന്യം ബനു ഖുറൈദയിലേക്ക് പോയത്. 15 ദിവസം എന്ത് ചെയ്ത് ബനു ഖുറൈദ ജൂതഗോത്രത്തെ മുസ്ലിങ്ങൾ ഉപരോധിച്ച് അവസാനം അവർ എന്ത് ചെയ്ത് പിന്നെ മുഹമ്മദ് എടുക്കുന്ന തീരുമാനത്തിന് ഞങ്ങൾ പിന്നെ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അവർ ഉപരോധം പിൻവലിക്കാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് എന്താണോ വിധി ആ വിധി പ്രഖ്യാപിക്കുവാൻ നിശ്ചയിച്ചത് ആരെയാണ്? സഅദ് ബിൻ മുആദിനെയാണ്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരും സമ്മതിച്ച്. കാരണം ബനു ഖുറൈള ജൂതഗോത്രത്തോട് സഖ്യത്തിലായിരുന്നു ആര്? ഔസ് ഗോത്രം. ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ് ആര്? സഅദ് ബിൻ മുആദ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അവർ വിചാരിച്ചത് തങ്ങൾക്ക് അനുകൂലമായിട്ട് വല്ല നിലപാടും ഇദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഈ കൊടിയ ചതിയന്മാരായ ജൂതന്മാരുടെ അവരിൽ യുദ്ധം നടത്തുന്ന പ്രായത്തിലെത്തിയവരെ മുഴുവൻ വധിക്കുവാനും സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ അവരെ ബന്ദികളാക്കുവാനാണ് ആര് വിധിച്ചത്? സഅദ് ബിൻ മുആദ് വിധിച്ചത്. ഇദ്ദേഹം പിന്നെ മസ്ജിദ് നബവിയിൽ ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ ഖൈമയിൽ ശുശ്രൂഷയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആ ഈ ഖൈമയിൽ പള്ളിയിലുണ്ടായിരുന്ന ഖൈമയിൽ പിന്നെ ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കിടത്തി. റഫീദ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായാലും പിന്നെ ഇവരെ ഈ ബനു പിന്നെ ഖുറൈദയെ ഉപരോധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനെ കൊണ്ടുവരാൻ ആളെ പറഞ്ഞയച്ച് സഅദിനെ കൊണ്ടുവരാൻ. അങ്ങനെ ഒരു കഴുതപ്പുറത്ത് സഅദ് റളിയല്ലാഹു തആല എന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും ഫൻസിലു, നിങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ ആ കഴുതപ്പുറത്ത് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഇറക്കി അദ്ദേഹത്തോട് വിധിക്കാൻ പറഞ്ഞു ഇവരുടെ വിഷയത്തിൽ. അങ്ങനെ ജൂതന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഓക്കെയാണോ, ഞാൻ വിധിക്കുന്നത് ഓക്കെയാണെന്നാണ്. അപ്പോൾ ജൂതന്മാർ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അറിയാം ഇദ്ദേഹം തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നതാണ് അവരുടെ ധാരണ. പിന്നെ റസൂലുള്ളാഹിയാണ് മറ്റേ ഭാഗത്ത് ഇരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് പിന്നെ പ്രയാസം. അപ്പോൾ എൻ്റെ ഈ ഭാഗത്തുള്ളവർക്കും സമ്മതമാണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ വിധി അവരിൽ വിധിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, 7 ആകാശങ്ങൾക്ക് ഉപരിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയാണ് ഇവരുടെ വിഷയത്തിൽ നിങ്ങൾ വിധിച്ചത് എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെ എന്ത് ചെയ്ത് ആ വിധിക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്നിട്ട് ഈ ഖൈമയിൽ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും പോയിട്ട് സന്ദർശിക്കും. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് ദീനം കൂടി ഫജ്ർ നമസ്കാരത്തിന് സഹാബികൾ വന്നപ്പോൾ മസ്ജിദ് നബവിയിലേക്ക് ഇങ്ങനെ ചോരയും വെള്ളവും ഒലിച്ച് വരുന്നത് കണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഈ ഖൈമയിൽ പോയി നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു
ഷഹീദായിരുന്നു. മനസ്സിലായില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്തസ്സ അർഷുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അർഷ് ഇളകിത്തരിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ആഗമനത്തിലേക്കുള്ള സന്തോഷത്താൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ഇവിടെ നമ്മളുടെ വിഷയം സഅദ് റളിയല്ലാഹു തആല അൻഹു ഖന്തഖ് യുദ്ധ നാളിൽ മുറിവേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പള്ളിയിൽ ഒരു ഖൈമ ഉണ്ടാക്കി. എന്തിന്? ലിയഊദഹു മിൻ ഖരീബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അടുത്തുനിന്ന് തന്നെ രോഗ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി. എന്തിനാണ് ഇബ്നു ഹജർ റഹിമഹുള്ള ഈ ഹദീസിനെ ഈ ബാബുൽ മസാജിദിൽ കൊണ്ടുവന്നത്? എന്തിനാണ് കൊണ്ടുവന്നത്? ചികിത്സാർത്ഥം ഒരു രോഗിയെ പള്ളിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി പള്ളിയിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. അത് മറ്റൊരു സാഹചര്യം അവസരമില്ലാത്തൊരു സന്ദർഭത്തിലാണ് വിശിഷ്യ. അല്ലെങ്കിൽ രോഗികളെ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളി ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടില്ല. പള്ളി നിർമ്മിച്ചത് എന്തിനാ? നമ്മൾ നിസ്കരിക്കാൻ, ഖുർആൻ പാരായണത്തിന്, ദിക്റെടുക്കാൻ. അതാണ് പള്ളി നിർമ്മാണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതേസമയം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ, ഒരു രോഗിയെ പള്ളിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് എങ്കിൽ, പള്ളിയിൽ രോഗിയെ ചികിത്സിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്തില്ല? അതിൽ വിരോധമല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് ആയിഷ റളിയല്ലാഹു തആലയിൽ തന്നെയുള്ള ഹദീസാണ്. عن عائشة رضي الله تعالى عنها قالت رأيت رسول الله صلى الله عليه وسلم يسترني وأنا أنظر إلى الحبشة يلعبون في المسجد. عن عائشة رضي الله تعالى عنها. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം. അവർ പറയാണ്, ഖാലത്ത് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. എങ്ങനെ? യസ്തുറുനി, എനിക്ക് മറ തീർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മറയായി നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. യസ്തുറുനി വഅന അൻദുറു ഇലൽ ഹബശ. വാന, ഞാനാകട്ടെ, അൻദുറു ഇലൽ ഹബശ, ഹബശക്കാരിലേക്ക് നോക്കുന്നു. ഹബശ എന്ന് പറഞ്ഞാൽ ഹബശീനിയക്കാർ, എത്യോപ്യക്കാർ, ഹബശക്കാരായ ആളുകളിലേക്ക് ഞാൻ നോക്കുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മറയായി നിന്നു. ആ രംഗാണ് അവർ കാണുന്നത്. ഹബശക്കാരെന്താ ചെയ്യണത്? യൽഅബൂന ഫിൽ മസ്ജിദ്. യൽഅബൂൻ, അവർ കളിക്കുന്നു, ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഹബശക്കാർ കളിച്ചുകൊണ്ടിരിക്കെ ഞാൻ നോക്കുകയായിരുന്നു. അത് കാണുകയാണ്, കളി കാണുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മറയായി നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിൽക്കുന്നു, ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. മുന്നിൽ ഹബശക്കാരുടെ കളിയാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇപ്പോൾ ഈ ഹദീസിൽ എന്താ പഠിപ്പിക്കുന്നത്? പള്ളിയിൽ കളിക്കാമെന്നാണ്. പക്ഷെ എന്ത് കളിയാണ്? പള്ളി കളിക്കാനുള്ള സ്ഥലമല്ല. പള്ളി എന്തിനാണ് നമ്മൾ പറഞ്ഞ്? ലിസ്വലാ വലി ഖിറാഅത്തുൽ ഖുർആൻ വലി ദിക്ർ, അതിനുള്ളതാണ്. ഇവിടെ കളിക്കുന്നത് ഒന്ന്, ഇത് പെരുന്നാൾ ദിവസത്തിലാണ്, പെരുന്നാൾ സുദിനത്തിലാണ് ഈ കളി. രണ്ട്, ഇവർ കളിക്കുന്ന കളി ഈ ആയുധപ്പയറ്റാണ്. മനസ്സിലായില്ലേ? അതിന് ശർഈയായൊരു മസ്ലഹത്തുണ്ട്, ശർഈയായിട്ടുള്ളൊരു മസ്ലഹത്തുണ്ട്. എന്താ ആയുധപ്പയറ്റുള്ള ശർഈയായ മസ്ലഹത്ത്? ജിഹാദാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ജിഹാദ് നടത്തുന്ന യോദ്ധാക്കളുടെ ആയുധപ്പയറ്റാണിത്. അപ്പോൾ ശർഈയായി മസ്ലഹത്തുള്ള ഒരു കളി പെരുന്നാൾ ദിവസം ഹബശക്കാർ പള്ളിയിൽ കളിക്കുകയാണ്. അപ്പോൾ അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട്. അതാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത്. അല്ലാതെ പള്ളി മുഴുവൻ കളിക്കാനുള്ള സ്ഥലം, ഒരു കൂട്ടർ പള്ളിയിൽ ഒരു കളി, വേറൊരു കൂട്ടർ വേറൊരു കളി, ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലമല്ല പള്ളി.
പള്ളിയിൽ ശർഈയായിട്ടുള്ള താല്പര്യം, അങ്ങനത്തെ കളി അത് അനുവദിച്ചിട്ടുണ്ട്. അതും വിശിഷ്യ പെരുന്നാൾ സുദിനത്തിൽ. ഇത് പെരുന്നാൾ സുദിനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവരെ ആക്ഷേപിച്ച്, ഈ അപശക്കാരെ ആക്ഷേപിച്ച് പള്ളിക്കല കളിക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെ അവർ കളിക്കട്ടെ, ഇത് പെരുന്നാൾ ദിവസമാണ്. ജൂതന്മാർ മനസ്സിലാക്കട്ടെ നമ്മുടെ ദീനിൽ ഫസ്ഹത്തുണ്ട്, നമ്മുടെ ദീനിൽ എന്തല്ല ഒരു ഇടുങ്ങിയ മതമല്ല, വിശാലതയുള്ള മതമാണ് എന്ന് ജൂതർ മനസ്സിലാക്കട്ടെ. ഞാനാകട്ടെ ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ എന്ന് പറഞ്ഞാൽ ഋജുവായ ലളിതമായ ദീനുമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ജൂതന്മാർ മദീനയിൽ, ജൂതന്മാരുണ്ടല്ലോ ആകെ ഭൗതികരാണ്. ക്രൈസ്തവരും ജൂതരും അന്നുള്ള വ്യത്യാസം, ക്രൈസ്തവർ ധ്യാനികളാണ്, അവർ ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്, അതിലവർ പൂണ്ടുപിടിക്കുന്നവരാണ്. ക്രിസ്തീയ സന്യാസവും മറ്റുമൊക്കെ ആയിട്ടുള്ള സന്യാസ ജീവിതത്തിൻ്റെ ആളുകളാണ്, ആത്മീയവാദികളാണ് ക്രൈസ്തവർ. എന്നാൽ ജൂതരങ്ങനെയല്ല, തീർത്തും ഭൗതികവാദികളാണ്. അവർ ദീന് പറ്റ വിട്ട്, ആത്മീയതയും വിട്ട് ഭൗതികതയിൽ അവർ പൂണ്ടുകൂടി. ഇസ്ലാം രണ്ടിൻ്റെയും മധ്യമാണ്, ആത്മീയതയുണ്ട് ഭൗതികതയുണ്ട്. മനസ്സിലായില്ലേ? ഈ ജൂതർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചത് ഇത് കേവലം ഒരു ഡിസ്സായ ജീവിതത്തിനുള്ള മാർഗ്ഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയാണ്, ഉമറെ ഇത് പെരുന്നാൾ ദിവസമാണ്, നമ്മളുടെ ദീനിൽ എന്നിട്ട് പെരുന്നാൾ സുദിനത്തിൽ ഫസ്ഹത്തുണ്ട്, ആശ്വാസമുണ്ട്, വിശാലത ഉണ്ട്, അതുകൊണ്ട് അവർ കളിക്കട്ടെ. ജൂതർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ നമ്മളുടെ ദീന് വെറും ആത്മീയതല്ല, അതിലെന്തുണ്ട് ഭൗതികമായിട്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടതുണ്ട് എന്നവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ കളി അതും മതപരമായിട്ടൊരു ഇസ്ലാമികമായിട്ടൊരു മസ്ലഹത്തുള്ള കളിയാണ് ഒന്ന്. രണ്ടത് പെരുന്നാൾ സുദിനത്തിലായിരുന്നു. പെരുന്നാൾ സുദിനത്തിൽ അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ എന്തുണ്ട്, വിശാലത ഉണ്ട്, നമുക്ക് കുറേ വിശാലതകളുണ്ട്. അതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പള്ളിക്കൽ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടും വിളിയും വാദ്യാഘോഷങ്ങളും പള്ളിയിൽ നടത്താം എന്നാരും മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന വിഷയവും അതിൻ്റെ സാഹചര്യവും അത് ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തയ്യബ്, ആണുങ്ങളെ നോക്കാൻ പറ്റുമോ? ആയിഷമാരെയും നോക്കണ്, ആയിഷ റളിയല്ലാഹു തആല നോക്കണത് ആണുങ്ങളെയാണ്. അപ്പോൾ ആണുങ്ങളെ നോക്കാൻ പറ്റുമോ? ആണുങ്ങളെ നോക്കാം. എങ്ങനെ? ഇത് ഒരു വ്യക്തിനെ എങ്ങനെ നോക്കുകയല്ല, പിന്നെയോ ഒരു കൂട്ടത്തെ നോക്കുകയാണ് ഒന്ന്. പിന്നെ ആണുങ്ങളെ നോക്കുന്നത് വികാരപൂർണ്ണമുള്ള നോട്ടാണ് വിലക്കിയിട്ടുള്ളത്. മൊത്തത്തിൽ ആണുങ്ങളെ നോക്കുക എന്നുള്ളത് എന്താണ്? ആണിന് പെണ്ണിനെ നോക്കാനും പാടുള്ളതല്ല, അന്യ പെണ്ണിനെ നോക്കാൻ പാടുള്ളതല്ല, പെണ്ണ് അന്യ പുരുഷന്മാരെയും നോക്കാൻ പാടുള്ളതല്ല. പിന്നെ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളതാണ് അടിസ്ഥാനം. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാം. പക്ഷെ എന്തുണ്ടാകാൻ പാടുള്ളതല്ല, വികാരത്തോട് കൂടിയുള്ള നോട്ടം ആകാൻ പാടുള്ളതല്ല, അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവരോട് നോക്കണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ആയിഷയോടും അതേപോലെ തന്നെ ഉമ്മി സലമയോടും നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബ്ലൈൻഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് അല്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്താ? അത് ഒരു വ്യക്തിയിലേക്കുള്ള ഒരു സ്ത്രീയുടെ തനിച്ചുള്ള നോട്ടാണ്, ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള നോട്ടാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അതൊരു ഫിത്തനക്ക് കാരണമാകും. വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് അത് പാടുള്ളതല്ല. അതേസമയം ഇതൊരു ആൾക്കൂട്ടാണ്, അവരെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ എന്തില്ല, വികാരപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. അങ്ങനെയാണ് എങ്കിൽ ആണുങ്ങളെ നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മൊത്തത്തിൽ സ്ത്രീകൾ അന്യ പുരുഷന്മാരിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. പുരുഷന്മാരും അന്യ സ്ത്രീകളിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തണം. കുല്ലിൽ മുഅ്മിനീൻ അയ്യഗ്ദൂ മിൻ അബ്സ്വാരിഹിം കുല്ലിൽ മുഅ്മിനാത്ത് അയ്യഗ്ദൂന മിൻ അബ്സ്വാരിഹിന്ന. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി വികാരം ഇല്ലാതെ, അതേപോലെ തന്നെ ഒരു വ്യക്തിയെ മാത്രം നോക്കുന്ന ആ അവസ്ഥ, അതൊന്നും പാടുള്ളതല്ല. ഈ ഹദീസ് അറിയിക്കുന്നത് ഈ വിഷയത്തിൽ ശർഈയായിട്ട് മതപരമായിട്ട് താല്പര്യമുള്ള പൊരുളുള്ള കളി അത് പള്ളിയിലാകാവുന്നതാണ്, വിശിഷ്യ ആഘോഷ നാളുകളിൽ. ഇനി അടുത്ത ഹദീസും കൂടി.
ഒരു ഹദീസ് കൂടി എഴുതിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് അന്ന വലീദതൻ സൗദാഅ കാന ലഹാ ഖിബാഉൻ ഫിൽ മസ്ജിദ് ഫകാനത് തഅതീനി ഫതഹദ്ദസു ഇൻദി. അങ്ങനല്ലേ ഹദീസിൻ്റെ ലഫ്ദ്? മുത്തഫഖുൻ അലൈഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ് അന്ന വലീദതൻ സൗദാഅ. എന്താ വലീദത്തുൻ സൗദ? കറുത്ത ഒരു അടിമപ്പെണ്ണ്. കറുത്ത ഒരു അടിമപ്പെണ്ണ്. വലീദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അമത്താണ്. പക്ഷേ അത് കുറേ പ്രായം ചെന്ന പെണ്ണല്ല, പിന്നെയോ ഇളം പ്രായക്കാരിയാണ്. അതുകൊണ്ടാണ് വലീദത്ത് എന്ന് പറയുന്നത്. അന്ന വലീദത്തൻ സൗദ, കറുത്ത ഒരു അടിമപ്പെണ്ണ്. കാനലഹ അവർക്കുണ്ടായിരുന്നു ഖിബാ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരു രോമക്കൂട്. ഖിബാ എന്ന് പറഞ്ഞാൽ എന്താ? ടെൻ്റാണ്, പക്ഷേ അത് ചെറുതുമാണ്, രോമത്തിൻ്റേതുമാണ്. ചെറിയ രോമത്തിൻ്റെ കൂടിനാണ് ഖിബ എന്ന് പറയുക. ഖിബ. ഖൈമ കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. ഖിബ ചെറുതായിരിക്കും, അത് രോമത്തിൻ്റേതായിരിക്കും, തോലിൻ്റേതല്ല, രോമത്തിൻ്റെ. അന്ന വലീദത്തൻ സൗദ കാനലഹ അവർക്കുണ്ടായിരുന്നു ഖിബാ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരു രോമത്തിൻ്റെ ചെറിയ കൂടാരം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഫകാനത് തഅതീനി, ആ സ്ത്രീ എൻ്റെ അടുക്കൽ വരുമായിരുന്നു. ഫകാനത് തഅതീനി, ആ സ്ത്രീ എൻ്റെ അടുക്കൽ വരുമായിരുന്നു. ഫതഹദ്ദസു ഇൻദി, ഫതഹദ്ദസു എന്നാണ് എന്താ? ഫതതഹദ്ദസു എന്നാണ്. തതഹദ്ദസു അവർ സംസാരിക്കും. ഇൻദി എൻ്റെ അടുക്കൽ. നിങ്ങളടുത്ത് ഫതഹദ്ദസു എന്നാ ഫതതഹദ്ദസു എന്നാ? തഹദ്ദസു. നിങ്ങളടുത്ത് തഹദ്ദസു എന്ന് പറഞ്ഞാൽ തതഹദ്ദസു എന്നുള്ളതാണ്. തതഹദ്ദസു അവർ സംസാരിക്കും. ഇൻദി എൻ്റെ അടുക്കൽ. അപ്പോൾ ഒരടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അവർക്ക് പള്ളിയിൽ ഒരു ഖിബ ഉണ്ടായിരുന്നു. അവരതിലേന് പാർത്തിയിരുന്നത്, താമസമില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ് അവരെൻ്റെ അടുക്കൽ വരികയും എൻ്റെ അടുക്കൽ സംസാരിച്ചിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മുത്തഫഖുൻ അലൈഹി. ഒരു ചരിത്രത്തെ തുടർന്നാണ് ഈ സംഭവം. ഈ വലീദത്തുൻ സൗദ എന്ന് പറഞ്ഞാൽ കറുത്ത സ്ത്രീ എന്നാണ്. എന്തിനാ ഈ കറുത്ത സ്ത്രീ എന്ന് പറഞ്ഞത്? അത് താരീഫിന് വേണ്ടിയാണ്, അല്ലാതെ കൊച്ചാക്കാനല്ല. അവരെ അറിയണമല്ലോ. അപ്പോൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം, സൗദ എന്നുള്ള പ്രയോഗം. അല്ലാതെ എന്താക്കാനല്ല, ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗം. ഈ വലീദത്തുൻ സൗദ, ഈ പെണ്ണ്, ഈ സ്ത്രീ മഹദി, അവർ ഒരു അറേബ്യൻ ഗോത്രത്തിലെ അടിമപ്പെണ്ണായിരുന്നു. ഈ സ്ത്രീ അവർ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വരുന്നത് വരെ അവർ കാഫിറത്താണ്, അവിശ്വാസിയാണ്. അവരുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഒരു വീട്ടിലെ അടിമയായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്ത്, ആ ഗോത്രക്കാർ മോചിപ്പിച്ച് വിട്ട് ഈ പെണ്ണിനെ. പക്ഷെ അന്ന് കാലങ്ങളിൽ അടിമകൾ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ സയ്യിദന്മാരുടെ കീഴിൽ അവിടെ ജീവിക്കും. അടിമത്തം മോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും പോവില്ല, എവിടുക്കാ പോണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, സയ്യിദന്മാരുടെ കീഴിൽ ജീവിക്കും. അതുകൊണ്ടാണ് അവർക്ക് മൗല എന്ന് പറയുന്നത്, മൗലാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്ത്രീ തൻ്റെ സയ്യിദന്മാരുടെ കൂടെ അവരുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ, ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ ഈ തോലിൻ്റെ ഒരു അരക്കച്ച ഉണ്ടായിരുന്നു. തോലിൻ്റെ അരക്കച്ച, ആ അരക്കച്ച നഷ്ടപ്പെട്ടു പോയി. ആ പെരയിൽ നഷ്ടപ്പെട്ടു പോയി. അത് തോലിൻ്റെതാണ്. നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ വീട്ടുകാർ അതന്വേഷിച്ച് എവിടെ പോയി അത്. അപ്പോൾ ഇവിടെ തിരഞ്ഞിട്ടും കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൗസ് മെയ്ഡിനെ തെറ്റിദ്ധരിക്കുക, അല്ല എന്ത് പോയിട്ടുണ്ടെങ്കിലും. അങ്ങനെ പിന്നെ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെണ്ണിനെ തെറ്റിദ്ധരിച്ച് ഇവൾ കട്ടതാണ്, മോഷ്ടിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ച്. അത് കാരണത്താൽ ഇവരെന്ത് ചെയ്ത്, പിന്നെ ഈ പെണ്ണിനെ ചെക്ക് ചെയ്ത്, നല്ലവണ്ണം ചെക്ക് ചെയ്ത്. എത്രമാത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് അഴിച്ചിട്ട് മുൻദ്വാരം വരെ ചെക്ക് ചെയ്ത്. ശരിയല്ലേ? അതും പിന്നെ ഒരു നിരപരാധിയെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതിൻ്റെ പാപം. എന്നിട്ട് അവരെങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കടുത്ത അപരാധമാണ്. മനസ്സിലല്ലേ? അവരെ മുൻഭാഗം വരെ ആകെ ചെക്ക് ചെയ്ത്. പക്ഷേ ഈ സ്ത്രീ പറയാണ്, അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരുന്ത് ഈ അരക്കച്ച ഉണ്ടല്ലോ,
അത് അവിടെ പിന്നെ അവരുടെ മുന്നിൽ അവിടെ കൊണ്ടുവന്നിട്ട് പരുന്ത് കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇത് മാംസമാണെന്ന് വിചാരിച്ചിട്ട് പരുന്ത് കൊത്തിയതാണ്, പരുന്ത് കൊത്തിയെടുത്താണ്. പിന്നെ അത് മാംസമല്ലാത്ത തോലിൻ്റെ അരക്കച്ചല്ലേ, അതുകൊണ്ട് തന്നെ പരുന്ത് അത് തിരിച്ചിട്ട്, അത് ഒരു വേള ഈ സ്ത്രീയുടെ പിന്നെ വിളിയായിരിക്കാം, മനസ്സിലായില്ലേ, ഒരു നല്ല സ്ത്രീയാണിത്. ഏതായാലും പരുന്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് അത് അവരുടെ മുന്നിലിട്ടപ്പോൾ അവരാകെ ലഭ്യരായി, കാരണം തെറ്റിദ്ധരിച്ചിട്ട് ഇതൊക്കെ ചെയ്ത്. ഏതായാലും ഈ സ്ത്രീ നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് പിന്നെ ഈ സ്ത്രീ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോടൊത്ത് കഴിയണില്ല എന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ ഒഴിവാക്കിയിട്ട് അവർ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ് റസൂൽ പിന്നോട് പറഞ്ഞ് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, ഞാൻ ഇങ്ങനെ സ്വതന്ത്രയായ ഒരു സ്ത്രീയാണ്, എനിക്ക് ആരുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാം സ്വീകരിപ്പിച്ച്, അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ അവരെ എവിടേക്ക് പറഞ്ഞേക്കും. അപ്പം മസ്ജിദ് നബവിയിൽ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ഖൈമ ഉണ്ടാക്കി, ഇതാണ് ഈ ഖിബ ഉണ്ടാക്കിയിട്ട് ആ സ്ത്രീ കുറേ നാളുകൾ ആ ഖിബയിലാണ് പാർത്തത്, ഈ കുടിലാണ് കൂടാരത്തിലാണ് പാർത്തത്, മനസ്സിലായില്ലേ. ഇവർ ആയിഷമ്മനോട് വന്നിട്ട് സംസാരിക്കുമ്പോൾ അവർ കവിത ചൊല്ലും ഇങ്ങനെ, വയൗമൽ വിശാഹി മിൻ തആജീബി റബ്ബിന, വയൗമൽ വിശാഹി മിൻ തആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ദാറത്തിൽ കുഫ്രി നജ്ജാനി, അങ്ങനെ പറയും, അലാ ഇന്നഹു മിൻ ദാറത്തിൽ കുഫ്രി നജ്ജാനി വയൗമൽ വിശാഹി മിൻ തആജീബി റബ്ബിന. ആയിഷമ്മനോട് ഈ സംസാരിക്കുന്നതല്ലേ, സംസാരിക്കുമ്പോഴൊക്കെ ഈ പെണ്ണി കവിത ചൊല്ലും. വയൗമൽ വിശാഹി, വിശാഹിൻ്റെ ദിവസം, വിശാഹ് എന്ന് പറഞ്ഞാൽ ആ തോൽ പട്ട അത് നഷ്ടപ്പെട്ട ദിവസം, മിൻ തആജീബി റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ ദിവസമാണ്. അലാ ഇന്നഹു, നമ്മുടെ റബ്ബാകുന്നു, മിൻ ദാറത്തിൽ കുഫ്രി നജ്ജാനി, കുഫറിൻ്റെ നാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ഈ പെണ്ണ് പറയും. അപ്പോൾ ആയിഷമ്മ പറയണത് നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ കവിത എങ്ങനെ ചൊല്ലുമല്ലോ, എന്താ ഇത് ചൊല്ലണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണ, ആയിഷ ഞാനിവിടെ എത്തിപ്പെട്ട ചരിത്രം എന്താ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ചരിത്രം ഉണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുമായിരുന്നു എന്നാണ് മനസ്സിലായത്. അതാണ് ആയിഷ റളിയല്ലാഹു തആല അവരുടെ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും വലീദത്തുൻ സൗദ അവർക്ക് മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി ഒരു ഖിബ നിർമ്മിച്ചു, ആ ഖിബയിൽ അവർ പാർത്തിരുന്നു. ആയിഷമ്മയുടെ അടുക്കൽ അവർ വരികയും എന്നിട്ട് അവരുടെ അടുക്കൽ സംസാരിച്ചിരിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ഇവിടെ ഈ ഹദീസുള്ളത്. ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു ഹജർ എന്തിനാ ഇത് കൊടുത്തത് ഇവിടെ? മസ്ജിദ് പള്ളിയിൽ താമസിക്കാം, ആർക്കും താമസിക്കാം, പള്ളിയിൽ സ്ത്രീകൾക്കും താമസിക്കാം, പള്ളിയിൽ സ്ത്രീകൾക്കും താമസിക്കാം. പള്ളിയിൽ സ്ത്രീകൾ പ്രവേശിച്ചിട്ട് അതിൽ ഇസ്ലാമിൽ എന്തില്ല, തടസ്സമല്ല. പക്ഷേ ഫിത്നകൾ സൂക്ഷിക്കപ്പെടണം, അത് ഏത് സന്ദർഭത്തിലും. പക്ഷേ പള്ളി താമസിക്കാനുള്ള സ്ഥലമാണ്. പള്ളി എന്തിനാണ് നിർമ്മിച്ചത്? പള്ളി നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞത് സ്വലാത്തിനും ദിക്റിനും ഖിറാത്തുൽ ഖുർആനിനാണ്. പക്ഷേ പള്ളിയിൽ ഒരാളെ താമസിപ്പിക്കേണ്ടി വരികയാണ് എങ്കിൽ, ഇവിടെ ഈ സ്ത്രീയുടെ വിഷയത്തിൽ എന്ന പോലെ പള്ളിയിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, പ്രശ്നമല്ല. അസ്ഹാബുൽ സുഫയൊക്കെ പള്ളിയിലല്ലേ പാർത്തിയിരുന്നത്, പള്ളിയുടെ ബാക്ക് ഭാഗത്ത്. അപ്പോൾ അങ്ങനെ താമസിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ പള്ളിയിൽ താമസിക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.